ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ പഞ്ചിൻ്റെ സെക്കൻഡ് ബേസ് മോഡലായ അഡ്വഞ്ചർ വേരിയൻറ്റിനെ പറ്റിയാണ്. ഇതിൽ ആക്ച്വലി ഞാൻ വേറെ റിതം പാക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഇത് നോർമൽ സ്റ്റാൻഡേർഡ് അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. എന്തായാലും ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡിസൈൻ ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ ഇതിലും DRLs അവൈലബിൾ ആയിരിക്കില്ല. ഞാൻ ഇതിനു മുമ്പ് ബേസ് മോഡലിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു, അതിലും DRLs അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് ബേസ് മോഡലും DRLs അവൈലബിൾ ആയിരിക്കില്ല. അവിടെ ഒരു നോർമൽ ബൾബാണ് വരുന്നത്, അതായത് ഒരു ഹാലജൻ ബൾബാണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അവിടെ തന്നെ ഒരു എൻഡിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതും നോർമൽ ബൾബ്സ് ആണ്. ഇനി ഈ വാഹനത്തിൽ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടോപ്പ് മോഡൽസിലൊക്കെ കണ്ടുവന്ന ആ DRLs തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്രോം സ്ട്രിപ്പ് മിസ്സിംഗ് ആണ്. അത് ശരിക്കും അൾട്രോസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ടാറ്റ വാഹനങ്ങളിലും ഈ ഒരു ക്രോം സ്ട്രിപ്പ് ഉണ്ട്. പക്ഷേ ഈ ഒരു ക്രോം സ്ട്രിപ്പിൻ്റെ പേരിൽ ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്യാറില്ലായിരുന്നു. ഇതിപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാഹനത്തിൽ അവർ ഈ ക്രോം സ്ട്രിപ്പിൻ്റെ പേരിൽ കോസ്റ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് ഈ സെക്കൻഡ് ബേസ് മോഡൽ അവൈലബിൾ ആയിരിക്കില്ല. നോർമലായിട്ട് അവിടെ ഒരു ബ്ലാക്ക് പീസ് ആണ് വരുന്നത്. ടോപ്പ് പോർഷനിലുള്ള ഗ്രില്ല് നോക്കുകയാണെങ്കിൽ അതിലും കാര്യമായിട്ടുള്ള ക്രോം എലമെന്റ്സ് ഒന്നുമില്ല. ടാറ്റയുടെ ലോഗോ മാത്രമേ ക്രോമിലുള്ളൂ. അതിൽ ശരിക്കും ടോപ്പ് മോഡലാണെങ്കിലും വേറെ ക്രോം എലമെന്റ്സ് ഒന്നും വരുന്നതല്ല. ഇത് ഗ്ലോസ് ബ്ലാക്ക് ആണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ടോപ്പ് പീസ് വരുന്നത്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രയാറോ ഡിസൈൻ കാണാം, അത് ഈ വാഹനത്തിൻ്റെ ഹോൺ പ്ലേസ്മെന്റ് ആണ്. പിന്നെ ഈ ടോപ്പ് പോർഷനിലെ ഗ്രില്ലിൽ നിന്ന് ഈ വാഹനത്തിന് ആക്ച്വലി അങ്ങനെ വലിയൊരു എയർ ഇൻടേക്ക് ഒന്നും ഇല്ല. നോർമലി താഴത്തോടെയാണ് ഈ വാഹനത്തിൻ്റെ എയർ ഇൻടേക്ക് വരുന്നത്. ഇനി സൈഡിലായിട്ട് ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഹെഡ് ലാംപ്സ് ആണെങ്കിലും നോർമൽ ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ്, അതായത് നമ്മൾ നോർമലി കണ്ടുവരുന്ന ആ ഒരു യെല്ലോ ബൾബ്സ് ആണ് ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. വേറെ LEDസും കാര്യങ്ങളൊന്നും അല്ല. LEDs ആക്ച്വലി ഇതിൻ്റെ ടോപ്പ് മോഡലും വരുന്നില്ല. പക്ഷേ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഈ സെക്കൻഡ് ബേസ് മോഡലില്ല. അതുപോലെ തന്നെ താഴത്താണെങ്കിലും ഫോഗ് ലാംപ്സും ഈ സെക്കൻഡ് ബേസ് മോഡലിൽ അവൈലബിൾ ആയിരിക്കില്ല, അതായത് അഡ്വഞ്ചർ വേരിയന്റിൽ അവൈലബിൾ ആയിരിക്കില്ല. ഈ വാഹനത്തിൻ്റെ ഓവറോൾ ബമ്പേഴ്സിൻ്റെ ഡിസൈൻ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് ടോപ്പ് മോഡലും ബേസ് മോഡലും ഒക്കെ സെയിം ബമ്പേഴ്സിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇവിടെയും ട്രയാറോ ഡിസൈൻസ് വരുന്നുണ്ട്. ട്രയാറോ ഡിസൈൻസിൽ നമ്മൾ നെക്സോണിലൊക്കെ കണ്ടതുപോലെ അങ്ങനെ വേറെ വൈറ്റ് കളറിലുള്ള ഹൈലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു വേരിയന്റിലും അവൈലബിൾ ആയിരിക്കില്ല. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ബമ്പർ വരുന്നത്. മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന ബമ്പേഴ്സ് ആണ്. പിന്നെ ഓഫ് കോഴ്സ് ഫ്രണ്ടിൽ വേറെ സ്കിഡ് പ്ലേറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു വാഹനത്തിൽ ഏതൊരു വേരിയന്റിലാണെങ്കിലും അവൈലബിൾ ആയിരിക്കില്ല. ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ആക്ച്വലി കൊടുത്തിരിക്കുന്ന വീൽസ് 15 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ്. ഇതിൻ്റെ ടയർ സൈസ് ഒക്കെ നമ്മൾ ബേസ് മോഡലിൽ കണ്ട സെയിം തന്നെയാണ്. എന്തായാലും ബ്ലാക്ക് ആണ് ഈ വാഹനത്തിൻ്റെ റിംസ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ നമ്മളിപ്പോൾ ഈ വാഹനത്തിന് തന്നെ സെക്കൻഡ് ബേസ് മോഡലൊക്കെ കാണുന്ന പോലെയുള്ള സ്റ്റൈൽഡ് വീൽ ക്യാപ്സ് ഒന്നും അല്ല, നോർമൽ വീൽ ക്യാപ്സ് ആണ്. അതായത് ഇപ്പോൾ ടാറ്റയുടെ തന്നെ മറ്റു പല വാഹനങ്ങൾ, ഇപ്പോൾ ടിയാഗോയുടെ എക്സെറ്റ് വേരിയന്റിലൊക്കെ സ്റ്റൈൽഡ് വീൽ റിംസ് ആണ് വരുന്നത്. അതുപോലെ ടിയാഗോയുടെ NRG വേരിയന്റിൽ സ്റ്റൈൽഡ് വീൽ റിംസ് ആണ്. ടാറ്റ അൾട്രോസിൻ്റെ XT ലൂക്സ് പാക്ക് എടുക്കുകയാണെങ്കിൽ അതിലും സ്റ്റൈൽഡ് സ്റ്റീൽ റിംസ് വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് ബേസ് മോഡൽ അവൈലബിൾ അല്ല, നോർമൽ സ്റ്റീൽ റിംസ് ആണ്. അതുപോലെ തന്നെ വീൽ ആർച്ചസ് ആണെങ്കിലും ആ ഒരു തിക്കൻഡ് ആയിട്ടുള്ള സൈഡ് ബോഡി ക്ലാഡിങ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഇനി ടോപ്പ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൽ ORVMs എന്തായാലും ബോഡി കളർഡ് ആയിട്ട് തന്നെ കിട്ടും. ബേസ് മോഡൽ ആക്ച്വലി മാറ്റ് ബ്ലാക്ക് കളറിലായിരുന്നു വന്നിരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ബോഡി കളർഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ORVMs ഈ മോഡലിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. താഴത്തെ പോർഷൻ ആണെങ്കിൽ അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർ ഹാൻഡിൽസിലേക്ക് വരികയാണെങ്കിൽ ഡോർ ഹാൻഡിൽസും ഈ വേരിയന്റ് മുതൽ തന്നെ ബോഡി കളർഡ് ആയിരിക്കും. പക്ഷേ അതിലങ്ങനെ റിക്വസ്റ്റ് സെൻസേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ ആയിരിക്കില്ല. അതായത് ഈ വാഹനത്തിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് സെൻസേഴ്സും ഇല്ല. ഇനി ഈ വാഹനത്തിൻ്റെ A പില്ലർ ബോഡി കളേർഡ് ആണ്. B പില്ലറും C പില്ലറും കംപ്ലീറ്റ്ലി മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പുറകിലത്തെ C പില്ലറിനോട് ചേർന്നാണ് ഈ വാഹനത്തിൻ്റെ റിയർ ഡോർ ഹാൻഡിൽസിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നതെന്ന്. അതും അൾട്രോസുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ സൈഡ് വ്യൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വ്യൂ എടുത്തോളൂ. ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് 3827 മില്ലിമീറ്റേഴ്സ് ആണ്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 1742 മില്ലിമീറ്റേഴ്സ് ആണ്. എന്തായാലും നമുക്കിനി ഈ വാഹനത്തിൻ്റെ പുറകിലേക്ക് വരാം. റിയർ സൈഡിലേക്ക് വരുമ്പം സെക്കൻഡ് ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ, അതായത് അഡ്വഞ്ചർ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ റിയർ LED ടെയിൽ ലാംപ്സ് ഒന്നും തന്നെ അവൈലബിൾ അല്ല. ട്രൈ സ്റ്റാർ ഡിസൈൻ വരുന്ന അല്ലെങ്കിൽ ട്രൈ ആരോ ഡിസൈൻ വരുന്ന ഒരു ടെയിൽ ലാംപ്സ് ആണ് ഇതിൽ വരുന്നത്. പക്ഷേ എന്നാൽ പോലും അത് നോർമൽ ഹാലജൻ ബൾബ്സ് ആണ്, അതിൽ LEDs ഒന്നും വരുന്നില്ല. ഇനി ഇത് സെക്കൻഡ് ബേസ് ആയതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ റിയർ വൈപ്പറോ വാഷറോ ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ഡീഫോഗർ അവൈലബിൾ ആണ് എന്നാണ് അവരുടെ ഒരു ലിസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇതിലൊന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ശരിക്കും വണ്ടി കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. എനിവേ ബൂട്ടിൻ്റെ സെൻട്രലായിട്ട് ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പഞ്ചിൻ്റെ ബാച്ചിങ് താഴെ വരുന്നുണ്ട്. ആൻഡ് താഴേക്ക് വരികയാണെങ്കിൽ അവിടെ റിഫ്ലക്ടേഴ്സിൻ്റെ പ്ലേസ്മെന്റ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ബമ്പർ ആണെങ്കിൽ തന്നെ ടോപ്പ് മോഡൽ വരുന്ന സെയിം ബമ്പർ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലും കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് ഫിനിഷിലാണ് ബമ്പേഴ്സ് വരുന്നത്. ആൻഡ് ഇതിൽ പുറകിൽ അങ്ങനെ വേറെ ഫോഗ് ലാംപ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒരു വേരിയന്റിലും വരുന്നില്ല. ഇനി ടോപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. റിയർ ബോയിലേഴ്സ് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് ബേസ് മോഡലിൻ്റെ ഏകദേശം ഒരു റിയർ ലുക്ക് ഇരിക്കുന്നത്. എന്തായാലും പുറകിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബേസ് മോഡലാണ് അല്ലെങ്കിൽ സെക്കൻഡ് ബേസ് മോഡലാണെന്ന് തോന്നുന്നില്ല. ഇനി റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ റൂഫിൽ ഒരു നോർമൽ റബ്ബറൈസ് സ്റ്റാൻഡിനെ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ള റൂഫ് റെയിൽസോ സംഭവങ്ങളൊന്നും ഈ വാഹനത്തിൻ്റെ ഒരു വേരിയന്റിൽ അവൈലബിൾ അല്ല. അതെനിക്ക് തോന്നുന്നു ടോപ്പ് വേരിയന്റ് മാത്രമേ വരുന്നുള്ളൂ എന്ന്. ഇവൻ ഞാൻ സെക്കൻഡ് ടോപ്പ് മോഡൽ ചെക്ക് ചെയ്തപ്പോൾ പോലും അതിലില്ലായിരുന്നു. ഇനി ഈ വാഹനത്തിൻ്റെ ഇന്റീരിയേഴ്സിലേക്ക് വരുമ്പം ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ ഏകദേശം ഇങ്ങനെയാണ്.
ഇനി ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഒരു നോർമൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഡീ കട്ട് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിൽ വരുന്നത്. അതിലും കോംപ്രമൈസ് ഇല്ല. ടോപ്പ് മോഡൽ വരുന്ന സെയിം സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ 3 സ്പോക്ക് ഉണ്ട്. താഴത്തെ സ്പോക്കിൽ സിൽവർ ലെമൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മോഡ് ഓഡിയോ കൺട്രോൾസ് അവൈലബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളും ഈ ഒരു വേരിയന്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. സെൻട്രൽ നമ്മുടെ ക്രോമിൽ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് സെക്കൻഡ് ബേസ് മോഡലും ആൻഡ് ഈവൻ സെക്കൻഡ് ടോപ്പ് മോഡലും ഈ സെയിം സംഭവമാണ് വരുന്നത്. അതായത് ഇതേ സെയിം ലെഫ്റ്റ് സൈഡിലെ ടാക്കോമീറ്റർ, റൈറ്റ് സൈഡിലെ സ്പീഡോമീറ്റർ, സെൻട്രലായിട്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള MID എന്ന് വെച്ചാൽ വളരെ വലിയ സൈസ് അല്ല, പക്ഷേ എന്നാൽ പോലും ഡീസൻറ്റ് സൈസ്ഡ് MID ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല, കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു സെക്കൻഡ് ബേസ് മോഡൽ ആണല്ലോ. വേറെ പല വാഹനങ്ങളിലും ആക്ച്വലി സെക്കൻഡ് ബേസ് മോഡലാണെങ്കിലും ടോപ്പ് മോഡലാണെങ്കിലും നോർമൽ MID ആണ് വരുന്നത്. ഇതിലെന്തായാലും അത്യാവശ്യം വലിയ സൈസിലാണ് വരുന്നത്. ഇനി സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒന്നും അവൈലബിൾ അല്ല, പക്ഷേ 2 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, ഇക്കോ ആൻഡ് സിറ്റി. ഇനി ടോപ്പിലേക്ക് വരികയാണെങ്കിൽ തന്നെ AC വെൻസിലും പ്രത്യേകിച്ച് സറൗണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ബേസ് മോഡൽ അല്ലെങ്കിൽ സെക്കൻഡ് ബേസ് മോഡലും ഓട്ടോ AC അല്ലെങ്കിൽ ഓട്ടോ റെയിൻ സെൻസിംഗ് വൈപ്പേഴ്സും അവൈലബിൾ ആയിരിക്കില്ല. ഡോർ പാഡ്സിലേക്ക് വരികയാണെങ്കിൽ 4 പവർ വിൻഡോ കൺട്രോൾസ് ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ORVMs ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കൺട്രോൾസും അവിടെ തന്നെ വരുന്നുണ്ട്. ഇനി ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ അതും ഒരു നോർമൽ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇനി ഇവിടെ സൈഡിലായിട്ട് അതായത് A പില്ലർ മൗണ്ടഡ് ആയിട്ട് ഒരു ട്വീറ്റേഴ്സിൻ്റെ ഓപ്ഷൻ അവിടെ വരുന്നുണ്ട്, പക്ഷേ ഇതിൽ ട്വീറ്റേഴ്സ് ഇല്ല. 4 സ്പീക്കേഴ്സിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇനി സെൻറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഒരു നോർമൽ 3.5 ഇഞ്ചസിൻ്റെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആണ്, പക്ഷേ ഇത് ടച്ച് സ്ക്രീൻ ഒന്നും അല്ലാത്തതുകൊണ്ട് ഇതിൽ ബ്ലൂടൂത്ത് മാത്രമേ വരുന്നുള്ളൂ. വേറെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒന്നും തന്നെ അവൈലബിൾ ആയിരിക്കില്ല. ഇനി AC വെൻസിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ തന്നെ അതിലും വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സറൗണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പം ടോപ്പ് മോഡലൊക്കെ ഈ വാഹനത്തിൻ്റെ സിൽവർ സറൗണ്ടിങ്ങും അതുപോലെ ബ്ലൂ സറൗണ്ട്സും ഒക്കെ തന്നെ അവിടെ കണ്ടിരുന്നു. ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. അതിൽ തന്നെ കുറച്ചധികം ട്രൈ ആരോ ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും അല്ല. ഇനി ഈ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന് നോർമൽ കൺട്രോൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ACയുടെ കൺട്രോൾസിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൽ മാനുവൽ AC ആണ് വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഇത് മാനുവൽ AC ആണെങ്കിലും നല്ലൊരു ഡിസൈൻ കൺട്രോൾ പാനലാണ് ഇതിൻ്റെ. അതായത് ഒരിക്കലും ഒരു മാനുവൽ AC ആണെന്ന് തോന്നാത്ത രീതിയിലാണ് ഇവരുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ നമ്മുടെ കൺവെൻഷണൽ രീതി വെച്ച് 3 റോട്ടറി നോബ്സ് ആണ് വരുന്നത്, പക്ഷേ ഇതിൽ അങ്ങനെയല്ല. എന്തായാലും അതിന് താഴെ തന്നെ ഒരു USB പോർട്ട് വരുന്നുണ്ട്, ഒരു ഓക്സ് പോർട്ട് വരുന്നുണ്ട്, ഒരു 12 വോൾട്ട് പവർ സോക്കറ്റ് വരുന്നുണ്ട്. ആൻഡ് അവിടെ തന്നെ നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ അവൈലബിൾ ആണ്. ഇനി ഈ വാഹനത്തിൻ്റെ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന AMT വേരിയൻ്റ് ആണ്. ഇതിനൊരു പ്രോപ്പർ ഡെഡ് പെഡലും വരുന്നുണ്ട്. അത് ഈ സെക്കൻഡ് ബേസ് മോഡൽ മാത്രമല്ല, ഏതൊരു വേരിയൻ്റ് ആണെങ്കിലും ഈ വാഹനത്തിൽ ഡെഡ് പെഡൽ അവൈലബിൾ ആയിരിക്കും. മാനുവൽ ആണെങ്കിലും അവൈലബിൾ ആണ് ഈ ഡെഡ് പെഡൽ. ഇനി റൂഫ് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ക്യാബിൻ ലാമ്പ് അകത്ത് വരുന്നുണ്ട്. ഫ്രണ്ടിൽ മാത്രമേ ക്യാബിൻ ലാമ്പ്സ് അവൈലബിൾ ആയിരിക്കുള്ളൂ, പുറകിൽ അവൈലബിൾ അല്ല. എന്തായാലും മാനുവൽ ഡേ നൈറ്റ് IRVM നിങ്ങൾക്ക് ഈ ഒരു വേരിയന്റ് മുതൽ ലഭിച്ചു തുടങ്ങും. ബേസ് മോഡൽ മാനുവൽ ഡേ നൈറ്റ് ഒന്നും അല്ലായിരുന്നു, നോർമൽ ഒരു IRVM ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അഡ്ജസ്റ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ തന്നെ ഒരു മൈക്ക് പ്ലേസ്മെന്റും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഇനി ഈ വാഹനത്തിന് ഗ്രാബ് ഹാൻഡിൽസ് നോക്കുകയാണെങ്കിൽ മുകളിൽ വരുന്ന നോർമൽ ഗ്രാബ് ഹാൻഡിൽസ് ആണ്. അതിൽ ഡാമ്പിങ്ങോ അല്ലെങ്കിൽ ആ ഒരു നോർമൽ സോഫ്റ്റ് ഫിനിഷോ ഒന്നും ഇല്ല. എന്തായാലും ഈ വാഹനത്തിന്റെ മുൻപിലത്തെ 2 ഹെഡ് റെസ്റ്റുകൾ അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ്സ് ആണെങ്കിലും ഓവറോൾ ഫാബ്രിക് ഫിനിഷിലാണ് വരുന്നത്. ലെതർ സീറ്റ്സ് ഒക്കെ ഈ വാഹനത്തിന് ടോപ്പ് മോഡൽ അവൈലബിൾ അല്ല. അതായത് ലെതർ സീറ്റ്സിന്റെ ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ ഏത് വേരിയന്റിലും വരുന്നില്ല. ഇനി ഈ വാഹനത്തിന്റെ സെന്റർ കൺസോൾ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു 12 വോൾട്ട് പവർ സോക്കറ്റ് കൂടി കിട്ടും. അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ആണെങ്കിലും ചെറിയൊരു ക്രോം ടിപ്ഡ് ഫിനിഷ് ഒക്കെ ഉണ്ട്. ഹാൻഡ് ബ്രേക്കിന്റെ പുറകിൽ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിലും അത്യാവശ്യം ഡീപ്പായിട്ട്, ഡീപ്പ് എന്ന് പറയുമ്പോൾ ഫോൺ വെക്കാൻ മാത്രം സ്ഥലമുള്ള ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൂടി അവിടെ വരുന്നുണ്ട്. എന്തായാലും റിയർ AC വെൻസോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന്റെ ഒരു വേരിയന്റിൽ അവൈലബിൾ അല്ല. അത് ഈ വേരിയന്റിൽ വരുന്നില്ല. പുറകിലത്തെ ഹെഡ് റെസ്റ്റുകൾ എന്തായാലും അവർ അഡ്ജസ്റ്റബിൾ ആയിട്ട് കൊടുത്തിട്ടില്ല, ഫിക്സഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ മാറ്റാമായിരുന്നു. ടാറ്റ ശരിക്കും അങ്ങനെ ചെയ്യാറില്ല. ഞാനിതിൻ്റെ സെക്കൻഡ് ടോപ്പ് മോഡൽ നോക്കിയപ്പം അതിലും പുറകിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ അല്ലായിരുന്നു. അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. എന്തായാലും റിയർ ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ റിയർ പവർ വിൻഡോസ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഡോർ ഹാൻഡിൽസ് ആണെങ്കിലും ബ്ലാക്ക് കളറിൽ തന്നെയാണ് വരുന്നത്. ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ആണ്, അതായത് ഒരു ഷൈനി ബ്ലാക്ക് ഫിനിഷ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ പുറകിലത്തെ സീറ്റ്സിൻ്റെ ആണെങ്കിലും ബാക്കിൽ വേറെ മാഗസിൻ ഹോൾഡേഴ്സോ കാര്യങ്ങളൊന്നും തന്നെ അവൈലബിൾ അല്ല. ഇനി ഈ വാഹനത്തിൻ്റെ ഓവറോൾ ക്യാബിൻ സ്പേസ് നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ഓവറോൾ സൈസും സെഗ്മെൻറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ക്യാബിൻ സ്പേസ് ഈ ഒരു വാഹനത്തിലും അവൈലബിൾ ആണ് എന്ന് തന്നെ പറയാം. 366 ലിറ്റേഴ്സിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിലെ ടോട്ടൽ ക്ലെയിംഡ് കമ്പനി പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ആക്ച്വലി ഒറ്റ സിംഗിൾ എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ ഏതൊരു വേരിയൻ്റ് ആണെങ്കിലും അവൈലബിൾ ആയിരിക്കുള്ളൂ. അത് 1.2 ലിറ്റർ എവറ്റൺ പെട്രോൾ എഞ്ചിനാണ്. ഡൈനാപ്രോ ടെക്നോളജിയും ഇതിലിപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നോർമൽ 86 PS പവറും 113 Nm ടോർക്കും തന്നെയാണ് ഇതിൽ വരുന്നത്. 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതും. ഇതിൽ ആക്ച്വലി 2 ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് പക്ഷേ അവൈലബിൾ ആണ്. 5 സ്പീഡ് മാനുവൽ അവൈലബിൾ ആണ്. 5 സ്പീഡ് AMT അതായത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ ടെക്നോളജിയും ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ പേരിൽ ഈ വാഹനത്തിൽ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, കോർണറിംഗ് സ്റ്റെബിലിറ്റി കൺട്രോൾ, ABS വിത്ത് EBD, ബ്രേക്സ് വേ കൺട്രോൾ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. എന്തായാലും ഇതായിരുന്നു ടാറ്റ പഞ്ചിൻ്റെ സെക്കൻഡ് ബേസ് മോഡലായ അഡ്വഞ്ചർ വേരിയൻ്റ് ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ. അതായത് ഇതൊരു AR വാക്ക് അറൗണ്ട് എന്ന് പറയാം, ഓഗ്മെന്റഡ് റിയാലിറ്റി ആണിത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.